നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ എഡ്യൂക്കേഷണൽ സീരീസിലുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ബേസ്ഡ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്റർ ആണ്. ഇവിടെ നമ്മൾ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പഠിപ്പിക്കുന്നത് കമ്പനി സെക്രട്ടറീസ് ആണ്. ഇത് 15 സ്റ്റുഡൻസ് ആണ് ഒരു ബാച്ചിലുള്ളത്. നമ്മുടെ എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ ക്ലാസ് മെയ് 1st വീക്കിൽ ആരംഭിക്കും. ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ധാരാളം സ്റ്റുഡൻസ് എന്നോട് സംസാരിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, സർ ഇതിന് ഈ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? നമ്മുടെ കമ്പനി സെക്രട്ടറിഷിപ്പ് എന്ന് പറയുന്ന കോഴ്സിന് എന്ത് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്? ഇന്റർനാഷണലി ഇത് ആക്സെപ്റ്റഡ് ആണോ? ഞങ്ങൾക്ക് ഇന്ത്യയിലല്ലാതെ പുറത്തെ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരു സംശയവുമില്ല. വളരെയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ബ്യൂട്ടിഫുൾ കോഴ്സാണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ് CS എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സംശയം, പലരുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ്, സർ ഇഫ് ഐ എം ഗോയിങ് ഔട്ട് ഓഫ് ഇന്ത്യ, is it possible for me to get a job there? ഈ ഒരു സംശയം ദൂരീകരിക്കലാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം. സോ ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ്, ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ഈ കോഴ്സിന്? ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും? നമുക്കറിയാം, നമ്മളെല്ലാം ഒരു ഗ്ലോബലൈസ്ഡ് ഇക്കണോമിയിൽ, ഗ്ലോബലൈസ്ഡ് വേൾഡിലാണ് താമസിക്കുന്നത്. ഗ്ലോബലൈസേഷൻ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. പണ്ട് നമ്മൾ കമ്പനികൾ നടത്തിയിരുന്നത് ഒരു ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണെങ്കിൽ, എന്ത് ചെയ്തും ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമായിരുന്നെങ്കിൽ, ഇന്ന് നമുക്കറിയാം എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെന്റുകൾ ലാഭത്തിലുപരി അതിനെ കംപ്ലയൻസ് ബേസിസിൽ നിയമപരമായി നടത്താൻ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ആ നിയമത്തെ ആരെങ്കിലും ഖണ്ഡിക്കുകയാണെങ്കിൽ, അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെതിരായി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ധാരാളം പെനാൽറ്റീസ് ഉണ്ട്. നമുക്കറിയാം, ഗ്ലോബലി പല കമ്പനികളും പരാജയപ്പെട്ടത് സാമ്പത്തിക പരാജയത്തിലുപരി അവരുടെ കംപ്ലയൻസ് ഇഷ്യൂസിന്റെ ഒരു പരാജയമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ നിയമപരമായി ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ സാധിക്കാത്ത പല സിറ്റുവേഷൻസിലും പല കമ്പനികളും പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കമ്പനി പരാജയപ്പെടുമ്പോൾ, അങ്ങനെ ലീഗൽ കംപ്ലയൻസ് ഇഷ്യൂസിന്റെ പേരിൽ ഒരു കമ്പനി പരാജയപ്പെടുമ്പോൾ, അത് ആ കമ്പനിക്ക് മാത്രമല്ല, ആ രാജ്യത്തിന്റെ ഇക്കണോമിക്ക്, അത് ഗ്ലോബൽ ഇക്കണോമിയിൽ പോലും പല ഇമ്പാക്റ്റുകളും ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണം, നമുക്കറിയാം, ജെറ്റ് എയർവേസ് പോലത്തെ ഒരു കമ്പനി ഇന്ത്യയിൽ പരാജയപ്പെട്ടപ്പോൾ അത് ഇന്ത്യൻ എക്കണോമിക്ക് വളരെ വലിയൊരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ബിസിനസ് എൻവയൺമെന്റിന് വളരെ വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ കൂടെ അത് ഗ്ലോബലി വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി 2019 പരാജയപ്പെട്ടപ്പോൾ അത് ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പെട്ടുപോയി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലീഗൽ കംപ്ലയൻസസിനെ ഒരു ലൈറ്റർ ഇഷ്യൂ, പണ്ടെങ്ങനെയായിരുന്നു വെച്ചാൽ നിയമങ്ങളെ അത്ര സീരിയസ് ആയി ആൾക്കാർ കാണില്ലായിരുന്നു. ലാഭ ഇച്ഛ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സിറ്റുവേഷനിൽ നിന്നും ലീഗൽ കംപ്ലയൻസസിലേക്ക് മാറുമ്പോൾ ലോകം മുഴുവനും ലീഗൽ കംപ്ലയൻസസിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇന്നുള്ളത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഒരു ഇന്ത്യ സെൻട്രിക് ക്വാളിഫിക്കേഷൻ മാത്രമാണോ? അത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ ചെയ്യുന്നത്? അല്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കമ്പനി സെക്രട്ടറി പാരലൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അവരുടെ രാജ്യത്തിലെ പല പേരുകളിൽ അവർ അറിയപ്പെടുന്നെങ്കിൽ, ചാർട്ടേഡ് സെക്രട്ടറീസ് എന്നോ കോർപ്പറേറ്റ് ഗവർണൻസ് എക്സിക്യൂട്ടീവ്സ് എന്നോ ഒക്കെ അവർ അറിയപ്പെടുമായിരിക്കാം. പക്ഷേ അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കമ്പനി സെക്രട്ടറി ചെയ്യുന്ന പ്രൊഫഷനാണ്. ലീഗൽ കംപ്ലയൻസസ് നോക്കുക, കംപ്ലയൻസ് ഓഫീസർ ആവുക, കമ്പനികളെ ലീഗലായിട്ട് നടത്തുക, കംപ്ലയൻസിൽ ലീഗൽ ഇഷ്യൂസ്, കമ്പനികൾക്ക് ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ അഡ്വൈസ് ചെയ്യുക. ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. എല്ലാ രാജ്യങ്ങളും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കോഴ്സിന് അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷന് ആവശ്യത്തിൽ വേണ്ട കോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ കോർ ടോപ്പിക്കിലേക്ക് വരാം. നമുക്ക് ഗ്ലോബൽ ആക്സെപ്റ്റൻസ് ഓഫ് ദിസ് ക്വാളിഫിക്കേഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗ്ലോബലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ഈ ഗ്ലോബലൈസ്ഡ് ഇക്കണോമിയിലെ ഒരു രാജ്യത്തിലെ ക്വാളിഫിക്കേഷൻ മറ്റു രാജ്യങ്ങളിലും ആക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ പാരലായിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യിക്കാവുന്ന സിസ്റ്റംസ് ഉണ്ടാക്കാറുണ്ട്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ലോകത്തിലെ പല രാജ്യങ്ങളിൽ ഈ കമ്പനി സെക്രട്ടറി സിമിലർ കോഴ്സുകൾ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സുമായിട്ട് മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ക്വാളിഫിക്കേഷനെ അവിടുത്തെ ക്വാളിഫിക്കേഷന് ഇക്വലന്റ് ആയിട്ട് കാണുകയും, അവിടുത്തെ ഒരു എലിജിബിലിറ്റി എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കമ്പനി സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവർണൻസ് ഓഫീസറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ കിട്ടുന്നു. ഇത് ഇന്ത്യയിലെ പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഏതൊക്കെ രാജ്യങ്ങളാണ് നമുക്ക് നോക്കാം.
ഇത് രണ്ട് തരത്തിലുള്ള രാജ്യങ്ങളെ നമുക്ക് തരംതിരിക്കാം. അതായത് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന് മാത്രമായി, അവിടുത്തെ കമ്പനി സെക്രട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് മാത്രമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ ഒരു സപ്പോർട്ട് പ്രോഗ്രാം അവരുമായിട്ട് ഒരു ലൈസൺ ചെയ്തുകൊണ്ട് അവരുമായി ഒത്തുചേർന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിൽ സാധാരണ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിൽ നമുക്കറിയാം, നമുക്ക് ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളായിരിക്കാം. ആ രാജ്യങ്ങളിൽ ഇതിനൊന്നും ധാരാളം ഇമ്പോർട്ടൻസ് അത് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവിടുത്തെ കോർപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. അവിടെ ഈ ക്വാളിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് മറ്റും മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനത്തെ ഓർഗനൈസേഷൻസ് കെട്ടിപ്പടുക്കുകയും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കെട്ടിപ്പടുക്കുകയും അവിടെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഇക്കണോമിയെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. മറ്റുള്ള രാജ്യങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്, അസോസിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് നമുക്ക് അസോസിയേഷൻസ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. നമുക്കൊരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യക്ക് രാജ്യങ്ങളുമായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവില്ല. നമുക്ക് ആ രാജ്യങ്ങളിലുള്ള ഓർഗനൈസേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടാണ് അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നത്. നമുക്ക് അസോസിയേഷൻസ് നോക്കുകയാണെങ്കിൽ ധാരാളം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിട്ട് ICICI അസോസിയേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് സെക്രട്ടറീസ് ഇന്റർനാഷണൽ അസോസിയേഷൻ ലിമിറ്റഡ് CSIA ലണ്ടനിലാണ്. കോർപ്പറേറ്റ് സെക്രട്ടറീസ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഇത് ഒരു ലണ്ടൻ ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്. 1998 ICSI ഇതിന്റെ മെമ്പർ ആകുന്നത്. ഇതൊരു 14 രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. 14 countries are there in this association. ഈ ഓർഗനൈസേഷന്റെ മെമ്പേഴ്സാണ് 14 രാജ്യങ്ങളാണ്. 14 countries are the member of this International Federation of Professional Bodies. ഏതൊക്കെ രാജ്യങ്ങളാണ് നോക്കിയാൽ ഓസ്ട്രേലിയ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കമ്പനി ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. ബംഗ്ലാദേശ് ഉണ്ട്, ബ്രസീൽ ഉണ്ട്, കാനഡ ഉണ്ട്, ഹോങ്കോങ് ഉണ്ട്, ഇന്ത്യ ഉണ്ട്, കെനിയ ഉണ്ട്, ലണ്ടൻ, മലേഷ്യ, നൈജീരിയ, സിംഗപ്പൂർ, സൗത്ത് ആഫ്രിക്ക ആൻഡ് USA ആൻഡ് സിംബാബ്വെ. ഇത്രയും രാജ്യങ്ങളാണ് CSIA മെമ്പേഴ്സ്. അതിനർത്ഥം എന്താണ്? ഈ CSI ആയിട്ട് നമ്മൾ മെമ്പർഷിപ്പ് ആവുന്നതോടുകൂടി, നമ്മൾ അതിന്റെ മെമ്പർ ആവുന്നതോടുകൂടി ഇത് അപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങളിൽ നമ്മുടെ കമ്പനി സെക്രട്ടറി കോഴ്സിന് ഒരു ആക്സെപ്റ്റൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി USA ഉണ്ട്, കാനഡ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ഹോങ്കോങ് ഉണ്ട്, മലേഷ്യ ഉണ്ട്. ഇങ്ങനത്തെ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ ക്വാളിഫിക്കേഷൻ ആൾറെഡി ആക്സെപ്റ്റഡ് ആണ് ഈ മെമ്പർഷിപ്പ് കാരണം. നമ്മൾ ആക്സെപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് വേ നമുക്ക് ജോലി കിട്ടുന്നതല്ല ഞാൻ പറഞ്ഞത്. അവിടുത്തെ ഒരു ഇക്വലന്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി എക്സാമിനേഷൻ നമുക്ക് അവിടെ ചെയ്യേണ്ടി വരും. ആ എലിജിബിലിറ്റി എക്സാമിനേഷൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിഗ്രിയെ, നമ്മുടെ ക്വാളിഫിക്കേഷനെ അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ജസ്റ്റ് ബൈ ബീയിങ് എ കമ്പനി സെക്രട്ടറി യു ക്യാൻ ജസ്റ്റ് ഗോ ടു ഓൾ ദീസ് കൺട്രീസ് ആൻഡ് യു ക്യാൻ വർക്ക് ഇഫ് യു വാണ്ട്. ദെൻ ഇന്റർനാഷണൽ വാല്യുവേഷൻ സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ IVSC. ഇന്നത്തെ കാലത്ത് ധാരാളം കമ്പനികളുടെ അമാൽഗമേഷൻ, മെർജർ, റീകൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് വാല്യുവേഷൻ എന്ന് പറയുന്നത് അസറ്റ് വാല്യുവേഷൻ ആണെങ്കിലും കമ്പനി വാല്യുവേഷൻ ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് വാല്യുവേഷൻ ഇതൊക്കെ വളരെ വലിയൊരു ആസ്പെക്ട് ആണ്. അപ്പോൾ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ലോകത്തിലെ ഏറ്റവും വലിയ വാല്യുവേഷൻ ബോഡി, പ്രൊഫഷണൽ ബോഡിയാണ് ഇന്റർനാഷണൽ വാല്യുവേഷൻ സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ. ഇതിലെ ഒരു ഫൗണ്ടിങ് മെമ്പർ പോലെ ഒരു മെമ്പറാണ്, അതായത് വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് ICSI. ദെൻ ഗ്ലോബൽ പ്രൊഫഷൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഒരു ICICI ഒരു മെമ്പറാണ്. അതായത് ഈ പ്രൊഫഷൻസിന്റെ ഇന്റർനാഷണൽ അസോസിയേഷന്റെ മെമ്പറാണ് ICSI. അപ്പൊ പല രാജ്യങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ദെൻ ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ഗവർണൻസ് നെറ്റ്വർക്ക്. കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ഇന്റർനാഷണൽ നെറ്റ്വർക്കിലെ ഒരു മെമ്പറാണ് ICSI. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രീക്വന്റ്ലി ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അമേരിക്കയിലെയും ഏഷ്യയിലെയും യൂറോപ്പിലെയൊക്കെ ഇൻവെസ്റ്റേഴ്സിന്, റെഗുലേറ്റേഴ്സിന്, പോളിസി മേക്കേഴ്സിനുണ്ട് ധാരാളം കോൺഫറൻസ് അവരോട് ഇന്ററാക്ട് ചെയ്യുകയും അവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുകയും ഈ ക്വാളിഫിക്കേഷൻ ഒരു വെൽ ആക്സെപ്റ്റൻസ് ഗ്ലോബലി ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതൊക്കെ വളരെ വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ദെൻ OECD-യുമായിട്ട് നമ്മൾ അസോസിയേറ്റ് വർക്ക് ചെയ്യുന്നു. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോപ്പറേഷൻ ഡെവലപ്മെന്റ്, OECD-യിലെ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ധാരാളം പ്രസന്റേഷൻസ് ICSI ചെയ്യുന്നുണ്ട്, ധാരാളം അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നമ്മൾ അതിന്റെ വർക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ അസോസിയേഷൻസ് ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ICSI-യുടെ അസോസിയേഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ റെക്കഗ്നൈസ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ICSI അല്ലെങ്കിൽ ICSI-യുടെ ക്വാളിഫിക്കേഷൻസ് റെക്കഗ്നീഷൻസും പലതും കിട്ടിയിട്ടുണ്ട്. അതിലൊരു റെക്കഗ്നീഷനാണ് ICSI-യുടെ റെക്കഗ്നീഷൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ലണ്ടൻ. ഇതിന്റെ ഈ ICSI-യുടെ ഒരു റെക്കഗ്നീഷൻ നമ്മുടെ ക്വാളിഫിക്കേഷനെ അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്.
കോഓപ്പറേഷൻ ഇൻ എക്സാം. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സഹകരിക്കുന്നു. എക്സാമിലും പ്രൊഫഷണൽ ഡെവലപ്മെന്റിലും പ്രൊഫഷണൽ എക്സലൻസിലും സഹകരിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓർഗനൈസേഷനുമായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് എക്സാമുകളിലും പ്രൊഫഷണൽ എക്സലൻസ് പ്രോഗ്രാംസിലൊക്കെ നമ്മൾ സഹകരിക്കുന്നു. ഇത് മ്യൂച്വൽ ബെനിഫിറ്റ് MOU നമ്മൾ 1998 നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് ICSAയുമായിട്ട്. അതിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, ഉക്രൈറ്റ് എന്ന് പറഞ്ഞാൽ UK, അയർലൻഡ് ആൻഡ് അതർ അസോസിയേറ്റഡ് ടെറിട്ടറീസ്. അപ്പോൾ യൂറോപ്പിലെ തന്നെ ഒരു മേജർ ടെറിട്ടറീസ് തന്നെ നമ്മുടെ CS എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ആൾറെഡി ആക്സെപ്റ്റഡ് ആണ് 1998 മുതൽ. കാനഡ, ഹോങ്കോങ്, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, ഈ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ക്വാളിഫിക്കേഷന്, കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷന് ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി നമുക്കൊരു വാലിഡിറ്റി തരാൻ നമ്മുടെ ICSA നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിച്ചിട്ടുണ്ട്. ദെൻ UK നാരിക് NARIC, ഈ ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസിലുള്ള UK-യിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്ലോബലി പല രാജ്യങ്ങളിലും പലതരം ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഓരോ രാജ്യത്തെയും ക്വാളിഫിക്കേഷൻ പല രാജ്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യില്ലെന്നറിയില്ല. അപ്പൊ അങ്ങനത്തെ സമയത്ത് ഈ ഗ്ലോബലി ഉള്ള യൂണിവേഴ്സിറ്റികളുടെ ക്വാളിഫിക്കേഷൻസിനെ അനലൈസ് ചെയ്യുകയും ഇതിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് കറക്റ്റ് പാരാമീറ്റേഴ്സ് വഴി ഗ്രാജുവേഷൻ ആയിട്ടോ ഡിഗ്രി ആയിട്ടോ മറ്റോ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് എന്ന് റിസർച്ച് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് UK നാരിക്. UK നാരിക്കിന്റെ ഇത് പ്രകാരം അവരുടെ അപ്രൂവൽ പ്രകാരം യുണൈറ്റഡ് കിങ്ഡത്തിലെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെയും UAE-യിലെയും മാസ്റ്റേഴ്സ് ഡിഗ്രി ആയിട്ട് ICSAയുടെ CS എന്ന് പറയുന്ന കോഴ്സിനെ അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദുബായ് പോലത്തെ രാജ്യങ്ങൾ, അബുദാബി പോലത്തെ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ദിസ് ഇസ് ആൾ റെക്കഗ്നൈസ്ഡ്. നമുക്കൊന്നും അറിയാത്ത പല കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം സ്ട്രേറ്റ് എന്നോട് സാധാരണ ചോദിക്കാറുണ്ട്. ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ടാണ്? പക്ഷെ അവിടെ ഇന്നൊരു സെക്യൂരിറ്റി മാർക്കറ്റ് വളരെ വലുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ആ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഡെഫിനറ്റ് ആയിട്ടും അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഏറ്റവും കൂടുതൽ വർക്ക് ഫോഴ്സ് ഉള്ളത് നമ്മുടെ ഇന്ത്യൻ വർക്ക് ഫോഴ്സ് ആണ് അവിടെ ഉള്ളത്, ക്വാളിറ്റി വർക്ക് ഫോഴ്സ് ഉള്ളത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ വളരെ ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഗൾഫ് കൺട്രീസിലുള്ളത്. UK നാരിക് കഴിഞ്ഞു കഴിഞ്ഞാൽ UK നാരിക്കിൽ UK-യിലും UAE-യിലും ഒക്കെ ഇത് മാസ്റ്റേഴ്സ് ഡിഗ്രി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മലേഷ്യൻ അസോസിയേഷൻ ഓഫ് കമ്പനി സെക്രട്ടറീസ് മാക്സ് ഇത് ഒരു പടി കടന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സിനെ ഇന്ന് മലേഷ്യയിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇതിനാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് അവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒരു ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നു. Then Chartered Institute of Securities and Investments, CISI, Chartered Institute for Securities and Investments. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും we have MOU. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഒരു MOU ഉണ്ട്. ഈ MOU പ്രകാരം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ CISI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ബാങ്കിങ് സെക്ടറിലും ഫിനാൻഷ്യൽ സെക്ടറിലും ക്വാളിഫിക്കേഷൻസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇത് വെൽ ആക്സെപ്റ്റഡ് ആണ്. ഗ്ലോബലി എല്ലാ രാജ്യങ്ങളും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് ഇത് കൊടുക്കുന്നത്. ഈ ക്വാളിഫിക്കേഷൻസ് കൊടുക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നമ്മളൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, എപ്പോഴാണോ നമ്മുടെ മെമ്പേഴ്സിനെ ഇന്ത്യക്ക് പുറത്ത് വേറെ രാജ്യത്തിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത്, അവർക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻ അക്യൂർ ചെയ്യണമെങ്കിൽ അവർക്ക് CISA ആയിട്ട് ബന്ധപ്പെടാം. CISA ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവരുടെ ഫീസിൽ 50% വരെ ഡിസ്കൗണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെമ്പേഴ്സിന് അത് കിട്ടാനുള്ള ഒരു പ്രൊവിഷൻ ആൾറെഡി ഉണ്ട്. അപ്പൊ നമുക്ക് വളരെ ഈസിയാണ് നമ്മുടെ ലൈഫ്. ഒരിക്കലും നമ്മൾ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യണം എന്നൊരു കമ്പൽഷൻ ഇല്ല. ഐ മേക്കിംഗ് ഇറ്റ് വെരി ക്ലിയർ. ഇന്ത്യ ഈസ് എ ബിഗ് കൺട്രി വേർ യു ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ദർ ഈസ് നോ ഒരിക്കലും ഓപ്പർച്യൂണിറ്റിയുടെ കുറവ് ഇന്ത്യയിലില്ല. ബട്ട് സ്റ്റിൽ ഇഫ് യു വാണ്ട് ടു ഗോ ഔട്ട്, you want to go to Europe, you want to go to some other countries, Africans and Gulf countries or Americas, you are free to go, because our institute over a period of last 2-3 decades have signed many MOUs with organizations or professional bodies in these countries, and our qualification is a well accepted, widely accepted qualification. അത് വളരെയധികം ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടതാണ്. നമുക്ക് ആൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളുമായിട്ടും, UK-യിലും അയർലൻഡിലും അല്ലെങ്കിൽ കാനഡയിലും അമേരിക്കയിലും ബ്രസീലിലും ചൈന പോലത്തെ രാജ്യങ്ങളിലും ഹോങ്കോങ്ങിലും ഒക്കെ നമുക്ക് റെക്കഗ്നിഷൻസ് ഉണ്ട്. സോ ഇറ്റ്സ് എ ഫ്രീ, നമ്മൾ വളരെ ഫ്രീ ആണ്. നമുക്ക് വി കൻ ഗോ ടു എനിവെയർ ആൻഡ് ഗെറ്റ് ദ ജോബ്. ബട്ട് ഓൺലി വൺ തിങ്, നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടണമെന്നില്ല. വാട്ട് യു നീഡ് ടു ഹാവ് അഡീഷണൽ ഈസ്
അവിടുത്തെ കമ്പനി ലോയും സെക്യൂരിറ്റി ലോയും അങ്ങനത്തെ നിയമങ്ങളുമായിട്ട് നിയമങ്ങളെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടാവണം. അവിടുത്തെ മാർക്കറ്റിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. അവരുടെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. പിന്നെ നിങ്ങളവിടെ ഫിസിക്കലി അവൈലബിൾ ആവണം. ഉദാഹരണം, ഐ വാണ്ട് ടു വർക്ക് ഇൻ ചൈന. So by sitting in India, I can't work in China as a company secretary. I should be in China. That's what. So any member who want to shift to any country in the world, most of the countries in the world, definitely they can move out. They can work there, and they will definitely get a good job opportunity by being a company secretary. And if they want, they can associate with CISI, the international institution which offers a lot of qualifications in financial market and corporate sector. And the institute has already taken a step to sign an MOU with this organization so that we will get 50% discount on all the certification or qualification programs there. So ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് ഒരു വളരെ ബ്യൂട്ടിഫുൾ കോഴ്സാണ്. ലൈഫ് സെക്യൂർ ആണ്. ഡിസിഷൻ നിങ്ങളുടെയാണ്. അങ്ങനെ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ എൻ്റെ ചാനലിനെ കുറിച്ച് പറയുക. ധാരാളം കുട്ടികൾ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് അറിയട്ടെ. താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്.